നീ നിൻ്റെ മാതാപിതാക്കളെ അനുസരിക്കണം, ഗുരുക്കന്മാർ പറയുന്നത് കേൾക്കണം, ട്രാഫിക് റൂൾസ് ഒബേ ചെയ്യണം. ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? എങ്ങനെയായിരിക്കും നിങ്ങൾ സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാൻ പോകുന്നത്? യു മസ്റ്റ് ഒബേ അല്ലെങ്കിൽ യു ഷുഡ് ഒബേ. സത്യത്തിൽ ഇതല്ല യൂസ് ചെയ്യേണ്ടത്. ഒരു കുഞ്ഞു വാക്കാണ്, ഓക്സിലറി ആണ്, പക്ഷേ ദേ ഇവിടെ എഴുതി തരാം, അതൊന്ന് പഠിച്ചു വെച്ചോളൂ. OUGHT. കടമകൾ നീ ചെയ്യേണ്ടതുണ്ട്, അനുസരിക്കേണ്ടതുണ്ട്, പോവേണ്ടതുണ്ട്, ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ought to. എന്താണ് ought to? അതെന്താണ്? നീ നിൻ്റെ മാതാപിതാക്കളെ അനുസരിക്കണം. എങ്ങനെ പറയും? യു പറയേ, നമുക്ക് കിട്ടും. OUGHT ought to obey your parents. ട്രാഫിക് നിയമങ്ങൾ പാലിക്കണം. എങ്ങനെ പറയും? യു ought to obey the traffic rules. സിമ്പിൾ അല്ലേ? യു ought to obey the traffic rules. യു ought to obey the traffic rules. ഇനി മുതിർന്നവരെ അനുസരിക്കണം എന്നെങ്ങനെ പറയും? അല്ലെങ്കിൽ മുതിർന്നവരെ ബഹുമാനിക്കണം എന്നെങ്ങനെ പറയും? യു ought to respect your elders. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തെങ്കിലും ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനില്ലേ? ഒന്ന് കമൻറ്റ് ചെയ്തോ കേട്ടോ. ഇപ്പോൾ ക്ലാസ്സിൽ കാണാം.